എൻ്റെ ശ്രീകുട്ടിയുടെ അച്ഛൻ ഞാൻ ഈ കുഞ്ഞിനെ പ്രഗ്നന്റ് ആയിരുന്നപ്പോൾ തന്നെ എന്നെ ഉപേക്ഷിച്ച് പോയതാ. ഇപ്പോ എവിടാണെന്നൊന്നും എനിക്കറിയില്ല. അയ്യോ കോടതി, എന്റെ ജഡ്ജി മേഡം ഇതൊന്നും വിശ്വസിക്കരുത്. ഇത് പച്ചക്കള്ളോ. ഇത് അരുണിന്റെ മോളാ ശ്രീകുട്ടി. ഇതെന്ത് മറിമായോ ഞാൻ സമ്മതിക്കില്ല. ഇത് കോടതിയാണ്. ഇത് കള്ളോ വക്കീലെ, പച്ചക്കള്ളം. ദേ ആ ശ്യാമയുടെ ബുദ്ധി ഇതെല്ലാം. ഐശ്വര്യ മിണ്ടാതിരിക്കും, ഇത് കോടതിയാണ്. മോളെ, ഈ നിൽക്കുന്നയാള് മോളുടെ അച്ഛനാണോ? പറയൂ. അല്ല, ഇത് അരുണങ്കിളാ. ഞാൻ അങ്കിൾന്നാ വിളിക്കുന്നേ. മുൻപ് എതിർഭാഗം വക്കീൽ പറഞ്ഞതെല്ലാം സത്യവിരുദ്ധമാണെന്നും എന്റെ കക്ഷി അരുണിനെ മനഃപൂർവ്വം കുറ്റക്കാരനാക്കാൻ കെട്ടിച്ചമച്ച കഥയാണെന്നും ഇതിനാൽ കോടതിയെ ബോധ്യപ്പെടുത്തുന്നു. എതിർകക്ഷി ഐശ്വര്യ കള്ളക്കഥകൾ പിണയാൻ നിപുണയും അരുണിന്റെ ജീവിതത്തിൽ അരുണിനെ മാനസികമായി പീഡിപ്പിക്കുകയും ഒരു വിധത്തിലും അവർ തമ്മിലുള്ള ദാമ്പത്യബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യവുമാണ് നിലവിലുള്ളത്. ശ്യാമ സ്വത്ത് എഴുതി കൊടുത്തതിന്റെയും ഒപ്പം വിവാഹമോചനത്തിന് ഐശ്വര്യ ആവശ്യപ്പെട്ട തുക 75 ലക്ഷം രൂപയും ശ്യാമ സ്വന്തം അക്കൗണ്ടിൽ നിന്നും ഐശ്വര്യയ്ക്ക് നൽകിയതിന്റെ രേഖയും ഇവിടെ കോടതിയിൽ ഹാജരാക്കിയാണ്. ആയതിനാൽ എന്റെ കക്ഷിക്ക് ഈ ദുരിതം നിറഞ്ഞ ദാമ്പത്യ ബന്ധത്തിൽ നിന്നും മോചനം കോടതി അനുവദിച്ചു തരണമെന്ന് താഴ്മയായി അപേക്ഷിച്ചുകൊള്ളുന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. അപ്പോ വിവാഹമോചനത്തിന് ഐശ്വര്യക്ക് പൂർണ്ണ സമ്മതമാണോ?